ഞാനിപ്പോൾ ചായ ഉണ്ടാക്കി. ചായ അല്ല നല്ല കാപ്പി, കുരുമുളകും കുറച്ച് കാപ്പി പൊടിയിട്ട് ആക്കി. പക്ഷെ കുരുമുളക് അത്രയില്ല, ഒരു തുള്ളി ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ചൂടുവെള്ളം കുടിക്കുന്നത്. ഇന്നലെ 1600 ഓടിയിട്ട് നമ്മൾ റഷ്യൻ്റെ ബോർഡർ എത്തിക്കില്ല. ഇവിടുന്ന് 600 ഓടിയാണ് റഷ്യൻ്റെ ബോർഡർ എത്തും. ആ റഷ്യൻ ബോർഡറിൽ നിന്ന് വീണ്ടും 300 ഓടിയാൽ നമ്മൾ മംഗോളിയ എത്തും. അപ്പോൾ ഇന്നൊരു 1000 ഓടിയല്ലേ മംഗോളിയൻ ബോർഡർ എത്തുള്ളൂ. ആടുന്ന് ഉലാമ്പത്താറിലേക്ക് വീണ്ടും 1000 കിലോമീറ്റർ ഓടണം. അതായത് അൽമാട്ടിയിൽ നിന്ന് ഉലാമ്പത്താറിലേക്ക് 4000 കാണിച്ചത്. അപ്പോൾ നമ്മൾ ഓടി ചാവാൻ പോയി ഇന്ന് ഇൻഷാ അല്ലാ. ഒന്നാമത് ഭയങ്കര നടുവേദന. പിന്നെ അറിയാലോ സ്ത്രീകൾക്ക് പീരീഡ്സ് ഉണ്ടാകുമ്പോൾ ഉള്ള വേദനയും അതിൻ്റെ എല്ലാം ഇടയിൽ വണ്ടി ഓടിക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് അതിൻ്റെ ഇടയിലും കൂടി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല, ഇതെൻ്റെ ഒരു പാഷനാണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും തീർക്കണം. ഇറങ്ങിയ ഒരു സാധനം നമ്മൾ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തീർക്കണം. അത് പകുതിക്ക് വെച്ച് പോകാനൊന്നും പറ്റില്ല. പൊതുവേ എന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങൾ യാത്രയും പീരീഡെല്ലാം വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യും? ഒന്നും മാനേജ് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ഒരു റോഡുമില്ലുള്ളത്, നമ്മൾ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ട് ഒരു കൊല്ലമായി. അപ്പോൾ അത് തീർക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളതെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളതിനെ എന്താ പറയുക നേരിടുക, അത്രയേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും വലിയ ശക്തി സ്ത്രീകളല്ലേ. സ്ത്രീകൾ മെൻ്റലി ഭയങ്കര പവർഫുള്ളാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നേടാൻ പറ്റും. കാരണം ആണുങ്ങൾക്ക് ധൈര്യവും കാര്യങ്ങളെല്ലാം കൂടുതലാണ് സ്ത്രീകളെ കാട്ടും. പക്ഷേ മെൻ്റലി ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് ലേഡീസ് തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാൻ പറ്റുന്ന ഒരു മനസ്സുറപ്പുള്ള ആൾക്കാരായിട്ട് നമുക്ക് ലേഡീസിനെ കണ്ടിട്ടുള്ളത്. നടുവെല്ലാം പൊട്ടി അലമ്പായി. ഒന്നാമത് നമ്മൾ മാനുവലും കൂടിയാണ്, ക്ലച്ചും ഇതും മാറി. പിന്നെ നല്ല റോഡ് കിട്ടിയാൽ കുറേ സമയത്തേക്ക് നമ്മൾ ഗിയറൊന്നും മാറ്റേണ്ടിയില്ല, അതങ്ങ് പോയിക്കോളും. അപ്പോൾ ഈ പീരീഡ്സിൻ്റെ വേദനയിലും ഞാൻ എന്തായാലും ട്രാവൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ പീരീഡ്സ് ഒരിക്കലും ഒരു രോഗമായിട്ടോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു രോഗം എന്നല്ല, അതെന്തോ വലിയ സംഭവമായിട്ടും തോന്നിയിട്ടൊന്നുമില്ല. അത് മൈൻഡ് ചെയ്യാണ്ട് നമ്മളങ്ങ് പോയാൽ മതി. അതിൻ്റെ വായിക്കങ്ങ് പോകും. സ്ത്രീയായിട്ട് പെണ്ണായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം സർവ്വസാധാരണയാണ്, പീരീഡും സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം. പക്ഷെ യാത്രക്കിടയിൽ രോഗം വന്നാൽ നിങ്ങൾ പെട്ടുപോകും. കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് തീരെ ശരിയാകുന്നില്ല, എനിക്കൊന്നും ശരിയാകുന്നില്ല, എനിക്ക് തീരെ കഴിയുന്നില്ല. നമ്മുടെ നാടാണെങ്കിൽ ഒരു ഗുളിക വാങ്ങിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങുകയും ചെയ്യാം. ഇത് വെറും റോഡ് മാത്രമേ ഉള്ളൂ, ഒരാളും ഇല്ല. മംഗോളിയയും കസക്കിസ്ഥാനും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നമ്മളിതാ നമ്മളെ 20ാമത്തെ രാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്ന. നമ്മൾ റഷ്യ വീണ്ടും കവർ ചെയ്തു. റഷ്യ ഓൾറെഡി ഞാൻ പോയതാണ്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം റഷ്യ ക്രോസ്. കാരണം കസക്കിസ്ഥാനും മംഗോളിയയിലേക്ക് ഡയറക്റ്റ് ബോർഡർ ഇല്ല. റഷ്യ കടന്നിട്ട് വേണം പോകാൻ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ. അപ്പോൾ കസക്കിസ്ഥാനിലെ 7ാമത്തെ വലിയ രാജ്യമാണ്. പണ്ടെല്ലാം ഇതെല്ലാം റഷ്യൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പണ്ടെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇവർക്ക് റഷ്യൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയാൽ മതിയെന്നു. എന്നാൽ പിന്നെ നമുക്ക് ഇത്ര ഇടങ്ങാറില്ലല്ലോ.